നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ പറഞ്ഞ ഇഞ്ചിയുടെ എല്ലാം കേട്ടല്ലോ അല്ലേ? അപ്പോൾ സാധിക്കുന്നവർ അങ്ങനെ ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. വാങ്ങിച്ചിട്ട് ഇഞ്ചി ഇതുപോലെ ഇന്നലെ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ നെല്ലിക്കപ്പൊടിയുടെയും അതുപോലെ തന്നെ നീലമരിയുടെയും കൂടിയും പാക്കാണ് കേട്ടോ. കണ്ടോ? ചെറിയൊരു ബീട്രൂട്ട് കളർ പോലെ കിട്ടിയത് കണ്ടോ? നേരെ ഒരു വയലറ്റ് കളർ പോലെ. നീലാമരിയും നെല്ലിക്കപ്പൊടിയും കൂടി ഇട്ടുള്ളതാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി സൂപ്പറാന്ന് പറഞ്ഞു. പരീക്ഷിച്ച് നോക്കിയല്ലേ? സന്തോഷമുണ്ട് കേട്ടോ. നല്ല റിസൾട്ടാണ് നെല്ലിക്കപ്പൊടി. ഈ ഇരട്ടിമധുരത്തിൻ്റെ ടാബ്ലറ്റ്സ് ഞങ്ങൾക്ക് ക്ലിനിക്ക് ഉണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ അത് കൊടുത്തിരുന്നു കേട്ടോ. അത് ഗുജറാത്ത് ബേസ് ആണ് കേട്ടോ. കേരളത്തിലുണ്ടോ എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ഗുജറാത്തിലാണ് അത് ഉണ്ടാവുക, നവസാരിയിൽ. അതുപോലെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു ഒരുപാട് പേർക്ക്. ഇതുപോലെ കച്ചേരിക്കൊക്കെ പാടുന്നവർ ടീച്ചേഴ്സൊക്കെ വന്ന് വാങ്ങിക്കുമായിരുന്നു. സുർലി എന്നാണ് അതിൻ്റെ പേര്, സുർലി. അപ്പോൾ ഒന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഇവിടെ കേരളത്തിലുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. ഇനിയിപ്പോൾ ഗുളിക കിട്ടില്ലെങ്കിൽ നമ്മൾ ഇരട്ടിമധുരം പൊടി വാങ്ങിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നുണഞ്ഞാലും മതി കേട്ടോ. ടാബ്ലറ്റ് ഇല്ലെങ്കിൽ ഇരട്ടിമധുരത്തിൻ്റെ പൊടി ഇട്ടാലും മതി. ഇവിടെ കിട്ടുമോയെന്ന് അറിയില്ല, അതാണ് കേട്ടോ. കുറച്ച് പേര് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പം അതിന് വളരെ സന്തോഷം കേട്ടോ. ഇമോജിയൊക്കെ കാണാറുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് സ്നേഹം കേട്ടോ. ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ ശരിക്കും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വളരെയധികം ദുഃഖിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുടി പൊട്ടിപ്പോണ അവസ്ഥ, ഇവിടം വെച്ചിട്ടൊക്കെ മുടി പൊട്ടിപ്പോയി മുടി ഒട്ടും ഇല്ലാത്ത അവസ്ഥ അത് വരുന്നുണ്ട്. ഇത് അയൺ ചെയ്യാണല്ലോ, ചൂട് കൊടുക്കുകയാണല്ലോ. പ്രോട്ടീൻ സംഭവം ശരിയാണ്. പ്രോട്ടീൻ കൊടുത്തിട്ട് അതിനെ ഈ ലെയറിലേക്ക് പിടിപ്പിക്കാൻ വേണ്ടി ചൂട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓവർ ഹീറ്റ് വരുമ്പോൾ നമുക്ക് മുടിക്ക് കേടാണ് കേട്ടോ. മുടി പൊട്ടിപ്പോയിട്ട് ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഇന്നിപ്പോൾ ഒരു ചേച്ചിയുടെ ഇത് കണ്ടു കേട്ടോ, ഞാൻ കാണാൻ വീഡിയോ കണ്ടു. അപ്പോൾ ആ ചേച്ചി തന്നെ പറയുന്നുണ്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മുടി പൊട്ടിയ അവസ്ഥയും അതുപോലെ മുടി കാണിച്ചു വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ തന്നെ ഒരു കുട്ടി അവർ വോളിമൈസ് ചെയ്തതാണ് നേരത്തെ. അപ്പോൾ തിരിച്ച് വീണ്ടും വേറൊരു ബ്യൂട്ടി പാർലറിലാണ് കുട്ടി പോയത്, അതിനെ പറ്റിയ ഈ അവസ്ഥ കാണിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു വോളിമൈസ് ചെയ്യുമ്പോൾ മുടിയുടെ തിക്നെസ്സും പോകും, മുടി പൊട്ടിപ്പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വേറെ സ്ഥലത്ത് ചെന്നിരിക്കുക കുട്ടി. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും, സങ്കടം വരും കേട്ടോ. ഇവിടം വെച്ച് പൊട്ടി താഴെ ഒട്ടും ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെൻസീവാണ് കേട്ടോ ഇതിനെല്ലാം. അപ്പോൾ ഈ പൈസയും ചിലവാക്കും, ഒടുക്കം നമുക്ക് നമ്മുടെ മുടി നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പോൾ പലരും പറയുന്നുണ്ട് കേട്ടോ. പലരും ഇപ്പോൾ ഒരുപാട് പേരായി പറയുന്നു. അത് നല്ല രീതിയിൽ പ്രോട്ടീൻ കൊടുക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷേ എല്ലായിടത്തും ചിലപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ പൈസയും നഷ്ടം, നമുക്ക് സമയം നഷ്ടം, നമ്മുടെ മുടി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇനി ഒരിക്കലും ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പൂ, കണ്ടീഷണർ, അയണൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും മുടി അതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മുടിക്ക് യാതൊരു തരത്തിലുള്ള ചൂടും കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ചൂട് കൊടുക്കുമ്പോഴത്തേക്കും എന്തായാലും ഓവർ ഹീറ്റായി പോയാൽ നമ്മുടെ മുടി, അതാണ് നമ്മൾ ഡ്രയർ ഉപയോഗിച്ച് പോലും മുടി ഉണക്കരുതെന്ന് പറയുന്നത്. ഡ്രയർ ഉപയോഗിച്ച് പോലും മുടി ഉണക്കരുത്. കാരണം മുടിയുടെ റൂട്ടിനൊക്കെ അത് ഹീറ്റ് കിട്ടുമ്പോൾ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇന്നല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ നാച്ചുറലായിട്ട് മുടി ഉണക്കിയാൽ മതി. അതുപോലും ഞാൻ ഉപേക്ഷിക്കാനാണ് പറയുന്നത്, ഹീറ്റർ. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ധൈര്യപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ആ കുറച്ച് നാളത്തേക്കേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത്
ശരിക്കും അവസ്ഥ തന്നെ മാറും നമ്മളുടെ. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ മുടി വളരാം കേട്ടോ. അപ്പോൾ മുടി അങ്ങനെ വളർത്തിയെടുക്കാം. വിറ്റാമിൻ്റെ കുറവുണ്ടെങ്കിൽ വിറ്റാമിൻ കഴിക്കാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ വിറ്റാമിൻ ഡി കുറവുണ്ടോ എന്ന് ഞാൻ അതുപോലെ വിറ്റാമിൻ ഡി എത്ര തരം അതിനെക്കുറിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വിറ്റാമിൻ D2 D3 ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറവ് പോലെ മുടി ഊരിപ്പോവാം. അതുപോലെ അയൺ ടാബ്ലറ്റ്സ് ഉണ്ട്, അത് കഴിക്കാം. അയണൊക്കെ നല്ലതാണ്. അതിനാണ് നെല്ലിക്ക ഞാൻ പറഞ്ഞത് കേട്ടോ. നെല്ലിക്ക നമുക്ക് അകത്ത് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ മുടിയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കലും പേടിക്കാതെ, അതായത് ഈ ആയുർവേദ പൊടികൾ, ആയുർവേദ ചെടികളൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള മാസ്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ 100% ഉറപ്പ് പറയാൻ പറ്റും. കാരണം യാതൊരു കേടും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അതേസമയം നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ തല വെച്ച് കൊടുത്തിട്ട് എന്തിനാ നമ്മളിങ്ങനെ വിഷമിക്കണേ? അപ്പോൾ ഒരുപാട് പേരായി കംപ്ലൈൻറ്റ് എൻ്റെ അടുത്ത് സങ്കടം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താണ്. അതുപോലെ പിന്നെ മുടിക്ക് തിക്നെസ് തോന്നാനുള്ള വോളിമൈസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ നഷ്ടപ്പെട്ടു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാം. അവർക്ക് കിട്ടുന്ന അവരുടെ തൊഴിലാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഒരിക്കലും എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ ആയുർവേദ ചെടികൾ ഉപയോഗിച്ചും പൊടികൾ ഉപയോഗിച്ചും നമ്മൾ നമ്മുടെ മുടിയെ കെയർ ചെയ്താൽ മതി കേട്ടോ. ഈ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ ഡ്രയർ കേട്ടോ, ഇത് ഉപയോഗിക്കാൻ പാടില്ല, തലയിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ നിർത്തണം. ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഈ നമ്മുടെ ആയുർവേദ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും, കൂളിംഗ് ആയിരിക്കും. അതേസമയം നമ്മൾ ഡ്രയർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ചൂട് നമുക്ക് അനുഭവപ്പെടും അല്ലേ. അപ്പോൾ തലയ്ക്ക് ചൂട് അധികം പാടില്ലാത്തതാണ്. അപ്പോൾ ഏത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും, ഇപ്പോൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് പ്രോട്ടീൻ ഉള്ള ഭക്ഷണം ഏതാണോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അകത്തേക്കും കഴിക്കാം, സെയിം തന്നെ പുറത്ത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം, മാസ്കായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കൂളിംഗ് തന്നെ ഉണ്ടാകും തലമുടിക്ക്. മറ്റത് ചൂടായിരിക്കും, പല പല പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മൾ നമ്മുടെ മുടി സംരക്ഷിക്കാം കേട്ടോ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. കാരണം ഇത് എനിക്കറിയാമെങ്കിലും ഒരുപാട് പേര് അനുഭവം പറഞ്ഞു, ചേച്ചി ഇങ്ങനെ പ്രശ്നമായി എനിക്ക് എന്നൊക്കെ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ പഴത്തിൻ്റെ ചെയ്തോളൂ. പഴുത്ത പഴം നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒലിവ് ഓയിൽ തേച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ പപ്പായയുടെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ടിപ്സ്, ഹെയർ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് പൈസയും ചിലവാവില്ല, മുടി നഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കലും ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടായിരിക്കും ആൾക്കാർ ഹെയർ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. അപ്പോൾ ആ ഒരു വിഷമം അവർക്ക് ഉണ്ടാവരുത് കേട്ടോ. അപ്പം എല്ലാ ബ്യൂട്ടി പാർലറിനെയും കുറിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോൾ നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവാം, എനിക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ല ചിലപ്പോൾ. പക്ഷേ മിക്കതും കൂടുതലും എനിക്ക് എന്നോട് പറയുന്നത് ഇങ്ങനെയായിട്ടാണ് കേട്ടോ. കാണിച്ചും തന്നിട്ടുണ്ട്, മുടി ഇത്രേശ്ശെ പൊട്ടി പോകുന്നുണ്ട്, ഞാൻ ബോട്ടോക്സ് ചെയ്താണ്, ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത, അങ്ങനെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇതിലേക്ക് തിരിച്ചു വരാം, അങ്ങനെയൊക്കെ സംശയം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതാണ്, ഇതിന് എന്താണ് ഇനി പ്രതിവിധി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രതിവിധിയും പറഞ്ഞിട്ടുണ്ട്. പ്രതിവിധിയുടെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആയിട്ടുള്ളത്. മെയിൻ കറ്റാർവാഴ ഉപയോഗിച്ചോളൂ അങ്ങനെയുള്ളവർ കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മുടി വളർത്താനൊക്കെ പറ്റും, നീട്ടി വളർത്താൻ പറ്റും, മുടിക്ക് ഉള്ളുണ്ടാവും കണ്ടോ. അപ്പോൾ ഒരിക്കലും നമുക്കത് നഷ്ടപ്പെടില്ല. പിന്നെ നമ്മുടെ ഈ സ്റ്റേജസ് മൂലം ഉണ്ടാകുന്ന കൊഴിഞ്ഞു പോക്കലാണ്
കേട്ടോ. കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും വരും നമ്മൾ. അപ്പം ശരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ മുടിയെ നമ്മൾ ഒരിക്കലും കെമിക്കൽസ് ആയിട്ടുള്ളതും ഹീറ്റായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നമുക്ക് നമ്മുടെ നേച്ചുറലായിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളും പൊടികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മാസ്ക് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാം കേട്ടോ. ഇത് ഇനിയിപ്പോ ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ പറഞ്ഞോളൂ. ഇതിലുണ്ട് കേട്ടോ, വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞവർക്ക് എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാർ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് അതുപോലെ ഹെയർ മാസ്ക്, ഓയില്, ജെല്ല് ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല മാറ്റം വരും കേട്ടോ. ആരും വിഷമിക്കേണ്ട. ട്രീറ്റ്മെന്റ് പോയിട്ടുള്ളവർ അതുപോലെ കളറിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇത് മുടിയെ സംബന്ധിച്ച് മുടിയുടെ ആരോഗ്യം ഇല്ലാതെയാവുക ചെയ്യുന്നത് കേട്ടോ. ശരിക്കും നമുക്ക് ഒന്നും വേണ്ട, നെല്ലിക്കപ്പൊടി മാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാസ്ക് ഉണ്ടാക്കി തേക്കാം. അപ്പോൾ സമയമില്ലാത്തവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്നത് നമ്മൾ കോമ്പിങ് തന്നെ ജട വിടുത്തിട്ടേ കോമ്പിങ് ചെയ്യാവൂ. ഹെയർ മസാജ് ഉണ്ട്, കോമ്പിങ് മസാജ്, അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാം. ഇത് ഓരോരുത്തരുടെ അനുഭവം കേട്ടിട്ടുള്ള സങ്കടം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഞാനിത് ഇപ്പോൾ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചതല്ല ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട്. പക്ഷേ ഒരുപാട് പേരുടെ സങ്കടം കണ്ടപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഇനി ആ അനുഭവം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കിട്ടണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും ടെക്സ്ചറിൽ വ്യത്യാസം ഉണ്ടാവും ഹെയറിൽ. അപ്പോൾ ഒരാൾക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് പറ്റില്ലായില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും വേണം നമുക്ക് ചെയ്യാനും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോട്ടീൻസ് ഒക്കെ ഉള്ളത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാം. ബനാനയുടെ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, അത് ചെയ്യാം. പപ്പായ ചെയ്യാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പം നമ്മളത് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്ന് വെക്കരുത് നമ്മളുടെ കാര്യങ്ങളൊക്കെ. ഇനി പ്ലാന്റ്സ് എടുത്ത് അരച്ച് പറ്റാത്തവർ നെല്ലിക്കപ്പൊടി അപ്ലൈ ചെയ്യാം കേട്ടോ, ഇരട്ടി മധുരം അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. ഇത്തരം ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ളവരെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, മുടി ഇവിടം വെച്ച് മുറിഞ്ഞു പോയിട്ട് തുമ്പൊന്നും ഇല്ല. മനസ്സിലായോ? ഇങ്ങനെ എന്താ സ്ട്രൈറ്റൻ ചെയ്തിട്ടിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം അങ്ങനെയൊന്നും പറ്റാതെ സങ്കടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇന്ന് ഇഞ്ച കൊണ്ടുള്ള വേറൊരു ഹെയർ മാസ്ക് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ കഷ്ണമായിട്ട് എടുക്കാം കേട്ടോ. അതിൽ നിന്ന് നമുക്കിങ്ങനെ വേർപെടുത്തി എടുക്കാം. എന്നിട്ട് അത് അല്പം വെള്ളത്തിൽ ഒരു 1-2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് ചൂട് ആറിയിട്ട് അതിൽ നിന്നുള്ള ആ വെള്ളം, നമ്മൾ തിളപ്പിച്ച വെള്ളം അരിച്ചെടുത്തിട്ട് നമ്മുടെ നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ, നെല്ലിക്കപ്പൊടി എല്ലാവർക്കും അറിയാം, ഞാൻ കാണിച്ചു തന്നാണ് ആംലപ്പൊടി. അപ്പം ആംലപ്പൊടി ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ. ഇത് 3 കൂടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഹെയർ മാസ്ക് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ച കാണിച്ചു തന്നാണല്ലോ, ഇന്നലെ കാണിച്ചു തന്നാണ് ഇഞ്ച. അപ്പോൾ ഇതിൽ നിന്ന് ഇഞ്ച ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് പിച്ചി എടുക്കാം. എന്നിട്ട് അല്പം വെള്ളത്തിൽ ഇത് തിളപ്പിച്ചിട്ടിട്ട് ചൂടാറി കഴിയുമ്പോൾ ആ വെള്ളം പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ ഇപ്പോൾ കാണിച്ച ആംലപ്പൊടി അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് തേച്ച് നോക്കൂ കേട്ടോ. അടിപൊളി പാക്കാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, എല്ലാം സൂപ്പർ പാക്കാണ്. അപ്പം നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഏതാണ് ബെസ്റ്റ്, ഏതാണ് ബെറ്റർ, ഇതൊക്കെ തോന്നും നിങ്ങൾക്ക്. ഒന്നിനെ എന്താ ചെയ്യുക, വെട്ടിക്കുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പതയ പോലെ വരും തിളച്ച് കഴിയുമ്പോൾ. ആ മുടിയിലുള്ള എല്ലാവിധ അഴുക്കും കളയാനുള്ള പ്രത്യേക ഒരു ഇതിനുണ്ട്, ഇഞ്ചക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ച പ്ലസ് നെല്ലിക്കപ്പൊടി പ്ലസ് ഒലിവ് ഓയിൽ, ഇത് 3 കൂടിയ മാസ്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്
അതുപോലെ ചെയ്യാം. ഒന്ന് തിളപ്പിച്ചിട്ടാൽ മതി. തിളപ്പിച്ചിട്ടിട്ട് ആറിയിട്ട് അതിൽ ഈ ആംലപ്പൊടി മിക്സ് ചെയ്യുക, ഒലിവ് ഓയിൽ ചേർക്കുക. എന്നിട്ട് ഈ മാസ്ക് തലമുടിയിലും തലോട്ടിലും റൂട്ട് മുതൽ എൻഡ് വരെ തേച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ സൂപ്പറാണ്. മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല, മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. അതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ കൂടാതെ നമുക്ക് മുടിയിലുള്ള അഴുക്കുകളൊക്കെ മാറ്റി മുടി നല്ല നല്ല ഭംഗിയിൽ കിടക്കും കണ്ടോ. ഫ്രീസി ആയിട്ടുള്ള മുടിയൊക്കെ മാറും. നിങ്ങളൊന്ന് ഈ നെല്ലിക്കപ്പൊടിയുടെ ഗുണം എന്താ അറിയോ? ഫ്രീസി ആയിട്ടുള്ള ഹെയറിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വിടുത്തിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് മുടി വിടുത്തിയാൽ ആ കട്ട പോവില്ല, ജട പോവില്ല, വേർതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അപ്പോൾ ഈ നെല്ലിക്കപ്പൊടി ചേർത്ത മാസ്ക് തേക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വിടുത്താൻ പാകത്തിന് മുടിയെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? ഇങ്ങനെ ജട ഇല്ലാതെ ഇങ്ങനെ 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 സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം നമുക്ക് പെട്ടെന്ന് 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 ഇങ്ങനെ മുടി ഇങ്ങനെ 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 വിടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രീസി ആയിട്ടുള്ള ഹെയറിനെയൊക്കെ ഭംഗിയാക്കി തരും ഈ നെല്ലിക്കപ്പൊടി. അപ്പോൾ നെല്ലിക്കപ്പൊടിയുടെ കൂടെ ഇഞ്ചിയും കൂടി ആയാലോ? അപ്പോൾ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം ആറിയിട്ട് അതിൽ ആംലപ്പൊടി പ്ലസ് ഒലിവ് ഓയിലും കൂടി ചേർത്ത് തേച്ചാൽ, ഒലിവ് ഓയിലിൻ്റെ ഗുണം പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോവും ഇതുപോലെ കാണാൻ മാത്രമല്ല നമ്മളത് അപ്ലൈ കൂടി ചെയ്യണം കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇതെല്ലാം ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഞാൻ തേക്കാത്ത ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ 10 പൈസ പോലും നമുക്ക് എപ്പോഴും ചിലവാക്കേണ്ട ആവശ്യവും കൂടിയില്ല. ഇപ്പോൾ നമ്മൾ ഇഞ്ച മേടിച്ച് വെച്ചാൽ ആ ഇഞ്ചയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ തിളപ്പിച്ച് ആക്കി എടുക്കുക. അല്ലെങ്കിൽ ചിലത് ചതച്ചിട്ട് വേണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അങ്ങനെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അധികം വില ഉണ്ടാവില്ല ഇതിനൊക്കെ കേട്ടോ. വിലയും കുറവാണ്. മറ്റേതെന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ ചിലവാക്കി ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റിൻ്റെ. അപ്പോൾ ഇതൊന്നുമില്ലാതെ അതൊക്കെ നോക്കുമ്പോൾ ഇതിന് നിസ്സാരം പൈസ കൊടുത്താൽ മതി അല്ലേ? ഒരിക്കൽ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ യൂസ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മുടിയെ എന്ത് ചെയ്യാം? വളർത്തിയെടുക്കാം. വെള്ളം കുടിക്കാം, വേണ്ട പ്രോട്ടീൻ മുടിക്ക് കൊടുക്കുക, അകത്തേക്ക് കൊടുക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, കാൽസ്യം വിറ്റാമിൻ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുക അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും 100% നമുക്ക് ചെയ്യാം. എന്തിനു പറ്റും? മുടി കെയർ ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സുകൊണ്ട് ഒരു സന്തോഷമായിരിക്കും. ഈ നമ്മൾ പോയി ബ്യൂട്ടി പാർലറൊക്കെ പോയി ചെയ്യുമ്പോൾ മുടിയൊക്കെ തലയൊക്കെ നല്ല ചൂടായിരിക്കും. ചിലവർക്ക് തലവേദന ഉണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ സോപ്പ് ഷാമ്പു ഒക്കെ ഉള്ള ഇതൊക്കെ ചിലർക്ക് ഷാമ്പു തേച്ച തലവേദന ഉണ്ടാവും. അത് അതിലടങ്ങിയിരിക്കുന്ന കെമിക്കലിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം കഴിയും. അതേസമയം നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ടുള്ള നമ്മളുടെ നിസ്സാരമായിട്ടുള്ള ഇതൊക്കെ തേക്കുമ്പോഴത്തേക്കും നല്ല കൂളിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷം തരും മനസ്സിന് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാവരും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മുടിയെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം.